ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം യാതൊരു അയവും കാണാതെ തുടരുകയാണ്. രണ്ടു കൂട്ടരും മിസൈലുകൾ അയച്ച് ഡ്രോണുകൾ പറത്തി അവരുടെ ശക്തി പരീക്ഷിക്കുകയാണ്. ആകാശത്തിലുള്ള അവരുടെ മേധാവിത്വം എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കുകയാണ്. ഇതിനിടയ്ക്കുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഒന്ന്, ടെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന ട്രംപിന്റെ ആഹ്വാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞിരിക്കുക. നേരത്തെ നെതന്യാഹു പറഞ്ഞതാണ്, ജനങ്ങളെ ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ അവിടെ ആക്രമണം നടത്താൻ പോവുകയാണ്, അവിടെ ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നെതന്യാഹു പറഞ്ഞതാ. അതിന്റെ പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതേ ആവശ്യം അല്ലെങ്കിൽ ഇതേ കാര്യം ടെഹ്റാനിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എത്രയും വേഗം ടെഹ്റാൻ വിട്ടുപോവുക. അതുപോലെ തന്നെ കനഡയിൽ നടന്നുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട G7 ഉച്ചകോടി, അതിൽ അമേരിക്ക ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അംഗരാജ്യമാണ്. അതിൽ പങ്കെടുക്കാൻ ട്രംപ് കനഡയിലെത്തിയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ബാക്കി പരിപാടികൾ റദ്ദു ചെയ്ത് അമേരിക്കയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം അമേരിക്കയുടെ സുരക്ഷാ കൗൺസിലിന്റെ യോഗവും വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഇത് രണ്ടും വളരെ സുപ്രധാനങ്ങളായ രണ്ട് സംഭവ വികാസങ്ങളാണ്. യുദ്ധത്തിന്റെ ഗതിയെ തന്നെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആയിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും.